നാളിപ്പാരോ കുറേ കൂട്ടർ മസലഹത്തിന് നടക്കും. മസലഹത്ത് നല്ലത് തന്നെ. ഏത് മസലഹത്താണ് വേണ്ടത്? അടിപിടി കൂടാതിരിക്കാനുള്ള മസലഹത്ത്. അല്ലാതെ ഇവിടെ ഇപ്പോൾ LDF ഉം UDF ഉം മത്സരിക്കുമ്പം അങ്ങനെ മത്സരിച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞങ്ങാണ്ടൊരു മസലഹത്ത് ഉണ്ടാക്കുക. അതെന്താ മസലഹത്ത്? ഏതെങ്കിലും ഒരു കൂട്ടിന് മാത്രം മതി നോക്കി. അതല്ല, ഇവിടെ ഒരു മത്സരം നടക്കണം, മത്സരങ്ങൾ വേണം. ഇവിടെ നമുക്ക് മത്സരങ്ങളില്ല. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഫുട്ബോൾ ഗ്രൗണ്ടിൽ മത്സരം നടക്കുമ്പോൾ മത്സരിച്ചിങ്ങാണ്ട് ഒരു പ്രശ്നം ഉണ്ടാകണ്ട. നമുക്കത് മസലഹത്താക്കുക. എങ്ങനെ മസലഹത്താക്കുക? അവിടെ 22 ആൾ കളിച്ചാണ്, 22 പന്ത് വാങ്ങിക്കൊടുക്കുക. പിന്നെ കളിക്കാൻ തർത്താനുള്ളത് ഇതൊന്നും ഒരു സംഗതി. പിന്നെ എന്താണ് മസ്ലഹത്ത് എന്ന് പറയുന്നത്? കളിക്കാർ തമ്മിൽ ടീമായിട്ട് അവിടെ ഗ്രൗണ്ടിൽ അടിപിടി കൂടരുത്, ഗ്രൗണ്ടിൽ തെറി വിളിക്കരുത്. ഒരു കൂട്ടർ ജയിക്കും, സ്വാഭാവികമാണ്. ജയിച്ച ആൾക്കാർ ജയിച്ചതിൻ്റെ ആഘോഷം നടത്തുക, അത് നിർബന്ധമാണ്. പക്ഷെ അത് മറ്റവരെ പരിഹസിച്ചാവില്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവില്ല, മറ്റുള്ളവരുടെ വ്രണപ്പെടുത്തിക്കൊണ്ടാകാൻ പാടില്ല. മത്സരിച്ച് ജയിച്ച ആൾക്കാർ അതെന്തിനാണ്? സ്കൂൾ കുട്ടികൾ വരെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയിരിക്കുന്ന കുട്ടിക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. അതെന്തിനാണ്? മറ്റു കുട്ടിക്ക് അടുത്ത ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് വാങ്ങാനുള്ള ഒരു പ്രചോദനമാണ്, അല്ലാതെ മറ്റൊരുത്തനെ നശിപ്പിക്കാനല്ല. എപ്പോഴും മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്നത്തെ ഒരു യുഗത്തിൽ മത്സരം കുഴപ്പത്തിലേക്ക് പോവുകയാണ്. അതാണ് പാടില്ലാത്തത്. മത്സരം നടന്നേ മതിയാകും. മത്സരം ഇല്ലെങ്കിൽ എന്ത് രസമാണ് ഇവിടെ ഉള്ളത്? മത്സരം നടക്കണം. പക്ഷെ മത്സരിച്ച് എന്താ വേണ്ടത്? നല്ല മത്സരത്തിൽ. ഇപ്പൊ നമ്മൾ 2 സംഘടനയാണ്, EK ഉസ്താദിന്റെ സംഘടന, AP ഉസ്താദിന്റെ സംഘടന. മത്സരിക്കുക. ഒരു കുട്ടിനെ കെട്ടിച്ചാൽ പരിപാടി ഇട്ടാൽ നമ്മൾ 5 എണ്ണത്തിന്റെ പരിപാടിയില്ല. അപ്പോൾ നാട്ടുകാർക്ക് അതിൻ്റെ ഉപകാരം കിട്ടും. നിങ്ങൾ LDF ഒരു വീട് ഉണ്ടാക്കി കൊടുത്തത് UDF 3 എണ്ണം ഉണ്ടാക്കാൻ നോക്കുക. അപ്പം മത്സരം നാട്ടുകാർക്ക് ഉപകാരപ്പെടും. അതാണ് മത്സരം. അങ്ങനെ മത്സരിക്കുമ്പോൾ നമ്മുടെ മത്സരത്തിന് വലിയൊരു അർത്ഥമുണ്ട്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ ജനാധിപത്യത്തിലെ രീതി അതല്ലേ? നമുക്ക് മത്സരം വേണം. ഇവിടെ ജനാധിപത്യത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട്. നമ്മളൊക്കെ ജനാധിപത്യ വിശ്വാസികളാണ്. ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുമ്പോൾ ദൈവനാമത്തിൽ, അള്ളാഹിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ പലതും പറഞ്ഞിരുന്നെങ്കിലും ഡോക്ടർ അംബേദ്കർ സാർ അടക്കമുള്ള ഒരു ബോർഡ് എന്ത് ചെയ്തു? അതൊക്കെ ഇവിടെ എല്ലാ ജനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ മനുഷ്യർ, അതിൽ കറുത്തവരും വെളുത്തവരും ജാതിയും വേറുള്ളതും ലിംഗം ഒന്നും വേർതിരിച്ചുകൊണ്ടല്ല, മനുഷ്യർ. ആ മനുഷ്യർ എന്ന കാഴ്ചപ്പാടിനെ ഖുർആൻ നമ്മൾ വായിക്കാൻ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കാര്യങ്ങൾ ഒക്കെ ഉള്ള ആളുകൾ ഈ കൂട്ടത്തിനുണ്ടാകും. ഇനി സ്ഥാനാർത്ഥികളും ഉണ്ടോ എന്ന് അതും അറിയില്ല, ഒക്കെ ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ടൈം വളരെ വിലപ്പെട്ടതാണ്. എല്ലാവരുടെ ടൈമും വിലപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകളൊക്കെ നമ്മളെ സമീപിക്കുമ്പോൾ വീട്ടുകാരായ ആളുകൾ ഓർക്കണം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി, ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥി, അങ്ങനെ 2 ആളില്ല. എല്ലാം നമുക്ക് ഇഷ്ടമുള്ളവരാണ്. പിന്നെ ഒരു കൂട്ടർ ജയിക്കും എന്നതും ഒരു കൂട്ടർ ജയിക്കൂല എന്നുള്ളതും ആർക്കും അറിയാം, നിൽക്കുന്നവർക്കും അറിയാം. ജയിക്കൂല എന്നുള്ളത് ആർക്കും അറിയാം, നിൽക്കുന്നവർക്കും അറിയാം. പക്ഷെ നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ നല്ല സപ്പോർട്ട്, ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പിന്നെ വോട്ട് ചെയ്യാതിരിക്കുക എന്നത് ഈ കാലത്ത് തീരെ ചെയ്യാൻ പാടില്ല. 2002 വോട്ട് ചെയ്യാത്തതിൻ്റെ ദുരിതപ്പം ആളുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നില്ലേ? അപ്പം അതൊരു ജനാധിപത്യ അവകാശമാണ് നമ്മുടെ. ആ ജനാധിപത്യ അവകാശത്തെ നമ്മൾ എന്താക്കണം? അത് മൂല്യവത്തായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. ഒരു വോട്ട് അസാധുവാകാൻ പാടില്ല. കാരണം ആർക്കും ഉപകാരപ്പെടാതെ പോയിട്ട് ഒരു ഫലമില്ലല്ലോ, ഒരാൾക്കും ഉപകാരപ്പെടാതെ പോയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ വോട്ടുകളൊക്കെ അത് നമ്മളെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ഒരു വോട്ട് അസാധുവാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഓരോരുത്തരും വിചാരിക്കുക, ഞാൻ ഇഷ്ടപ്പെട്ട പാർട്ടി ജയിക്കണം, ആ ജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ഇല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിച്ച ആളാണ് ജയിക്കും, ചിലപ്പോൾ വിചാരിക്കാത്ത ആൾ ജയിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ജയിച്ചാൽ പിന്നെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നോക്ക്, എതിരാളി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ജയിച്ച ആൾ പിന്നെ ആ വാർഡിൻ്റെ എല്ലാവർക്കും ഉള്ള ജയമാണ്, അല്ലേ? മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2 ഗ്രൂപ്പ്, LDF UDF ഒക്കെ എവിടെയാണ്? മത്സരം നടക്കുമ്പോഴാണ്. ജയിച്ച വാർഡിലെ മെമ്പർ എല്ലാവർക്കും വേണ്ടി ജയിച്ചതാണ്, അല്ലേ? ജയിച്ച MLA എല്ലാവർക്കും വേണ്ടിയും ജയിച്ചതാണ്. അല്ലാതെ മറ്റേ പാർട്ടിൻ്റെ MLA അല്ലാതെ ഇയാൾ ഈ പാർട്ടിക്ക് മാത്രം MLA ആണോ? അതല്ല. അവിടെയാണ് നമ്മൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അവിടെയാണ്.
നമ്മളിപ്പോൾ ഒരു വിരോധം വെച്ചിട്ട് ഇങ്ങനെയല്ല. വിരോധം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ ഒരു വിരോധം അല്ല, അത് മത്സരമാണ്. മത്സരം നല്ലോണം നടക്കണം. ഒരാൾ ജയിച്ചാൽ മറ്റേ ആള് പിന്നെന്ത് ചെയ്യണം? നമ്മളെല്ലാവരും MLA ആണ്. പിന്നെ പരാജയപ്പെട്ട ആളും എന്താക്കണം? അയാൾക്കും MLA ആര് തന്നെയാണ്? ഇയാൾ തന്നെയാണ്. അയാൾക്കും മെമ്പർ ആര് തന്നെയാണ്? ഇയാൾ തന്നെയാണ്. അപ്പൊ ആ നിലക്ക് കണ്ടുകൊണ്ട് അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തെയാണ് നമ്മൾ പ്രത്യേകമായി കാണേണ്ടത്, അല്ലേ? ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. അങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം. അതനുസരിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നല്ല ഒരു അന്തസ്സുള്ള ജനാധിപത്യത്തോടുകൂടെ ജീവിക്കാൻ പറ്റും. ഒക്കെ സ്ഥാനാർത്ഥികൾക്കൊക്കെ വേഗം പോകണം, അല്ലേ? ഇതില്ല, എല്ലാവർക്കും തിരക്കുണ്ടാവും. നമ്മളങ്ങനെ സമയം സ്വീപ്പാക്കാൻ പറ്റൂല. പിന്നെ ഒരു വാർഡിലായതുകൊണ്ട് ഒരു 1-2 റൗണ്ടൊക്കെ പൂർത്തിയാക്കിയില്ലേ? എന്താ അവനെ പൂർത്തിയായില്ലേ? 1-2 റൗണ്ടൊക്കെ ആളുകളെ കണ്ടില്ലേ? എല്ലാ ആളുകളെയും കാണണം. ഈ തെരഞ്ഞെടുപ്പ് ശാസ്ത്രം എന്താണെന്നറിയാം. അതായത് എതിര് സ്ഥാനാർത്ഥിയുടെ വീട്ടിലും നമ്മൾ പോകണം. നമ്മളെ നേരെ എതിര് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാരെ വെച്ചാൽ ഓൻ്റെ വീട്ടിലും പോകണം. എന്നിട്ട് ഞാനും ഓനുമാണ് മത്സരിക്കണത്, നമ്മൾ തമ്മിലാണ് മത്സരമെങ്കിലും വോട്ടുകൾ എനിക്ക് ചെയ്ത് വേണ്ടി, മനസ്സിലായില്ലേ? അതൊരു സന്തോഷത്തിൽ പറഞ്ഞു പോരണം. അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. അത് ഓൻ്റെ അവിടെയാണ്, അവിടേക്ക് കയറണ്ടെന്നല്ല. എന്താ നിങ്ങൾ മത്സരിക്കണ സ്ഥാനാർത്ഥി ഒരു ചിഹ്നത്തിലാണെങ്കിലും ചിലപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ ചിലപ്പം എന്തായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതില്. അപ്പൊ നമ്മൾ പോയി ചോദിക്കുമ്പോഴാണ് എന്തായാലും അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ഓൻ്റെ പെണ്ണുങ്ങൾ ബനും വോട്ട് ചെയ്യും, എൻ്റെ പെണ്ണുങ്ങൾ ഓനക്കും വോട്ട് ചെയ്യും. അതെല്ലാം പരസ്യമായിട്ട് നിൽക്കണില്ല. പെണ്ണ് ഭാര്യ ഏത് മത്സരത്തിന്? UDF, പിന്നെ ഭർത്താവ് ഏതിൽ? LDF. ഓലെ ഭാര്യ ഭർത്താക്കളായിട്ട് സുഖമായിട്ട് ജീവിക്കണില്ലേ? ഭാര്യ LDF മത്സരിക്കാം, ഭർത്താവോ UDF മത്സരിക്കാം. ഓനിക്കൊണ്ട് 2 കുട്ടികൾ. അപ്പൊ അവര് സന്തോഷത്തിൽ ജീവിച്ചത് കൊണ്ടല്ലേ. അപ്പൊ ഇതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. നമ്മൾ വിചാരിച്ച വേറെ കുറെ കുൽമാലുണ്ടാക്കലല്ല, അതാ ജനാധിപത്യം. ആരെയും വോട്ട് ചോദിക്കാൻ എല്ലാ സ്ഥലത്തും പോവുക, എല്ലാ സ്ഥലത്തും. ഓൻ്റെ അടുത്തേക്ക് പോകണ്ടെന്ന് വിചാരിക്കുക. മനുഷ്യനക്കൊരു മനഃശാസ്ത്രമുണ്ട്. എന്തായാലും ഓൻ്റെ അടുത്ത് വന്നേ എന്നോടും അത്ര കാര്യമായിട്ട് പറഞ്ഞേക്കണം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്തില്ലേ, ഈ പ്രാവശ്യം ഞാൻ ഭരിക്കാണ് എന്ന് പറയാൻ. അപ്പം അങ്ങനെ പറയിപ്പിക്കാൻ ആർക്ക് കഴിയണം? ഞാൻ മത്സരിച്ചിട്ടുണ്ടെങ്കിലും വിവരമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് അല്ലാഹു ഖൈർ തരട്ടെ. പിന്നെ